ഞാനൊരു കാര്യം കാണിക്കാമേ. ഞങ്ങളുടെ പ്ലാവയിലുണ്ടല്ലോ ഇപ്രാവശ്യം വേണ്ട ഈ പ്ലാവയിൽ സത്യം പറഞ്ഞാൽ വേണ്ട 3 ചക്കയുള്ളൂ കേട്ടോ. 3 ഇതിൽ സാധാരണ 5 ഉണ്ടാവുന്നതാണ്. 1-2 വർഷമാണ് ഇത് കായ്ക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം കായ്ച്ചപ്പോൾ ഞാൻ ഓർത്ത് ഈ വർഷം കായ്ക്കത്തില്ല. പക്ഷേ ഈ വർഷം താണ്ട് 3 ചക്കയുണ്ട്. കഴിഞ്ഞ വർഷം കായ്ച്ചാണ്. പിന്നെ വേണ്ടേ ആ പ്ലാവ്, ആ കാണുന്ന പ്ലാവയിൽ ചിലപ്പോൾ 1 ചക്ക അല്ലെങ്കിൽ 2 ചക്ക 3 വർഷമായിട്ട് ഇത് കായ്ക്കുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം അതിൽ ഒരു 10-12 ചക്കയുണ്ട് കേട്ടോണേ. ഇനി അതല്ല ഞാൻ പറയാൻ പോണതല്ല, അതുകൊണ്ട് മുകളിലുണ്ട് ഇച്ചിരി വലിയ ചക്കയാണ് മുകളിലുണ്ട്. അപ്പോൾ ദാണ്ട് 10-15 ചക്കയുണ്ട് മുകളിലോട്ടുണ്ട്. ഞാൻ കാണാത്തതാണ്. ഞാൻ കാണിക്കാൻ പോണു അതൊന്നുമല്ല സംഭവം. വേണ്ട 3ാമതൊരു പ്ലാവാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോണേ. കണ്ടോണേ, ഇതിൽ ചക്ക എന്ന് പറയുന്നത് നിറയെ ചക്ക കുരുന്ന് ഒരുപാട് ചക്കകൾ മണ്ടയ്ക്കോട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കിക്കോണേ, മണ്ടയിലോട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയെല്ലാം അങ്ങ് മണ്ടയിലുണ്ട്. നമുക്ക് കാണാൻ ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ വീഡിയോ കിട്ടാനുള്ള പാടുകൊണ്ട് അങ്ങ് മണ്ടയിലോട്ടുണ്ട്. പക്ഷേ എന്താണ്, വളരെ സന്തോഷമുണ്ട്. ഇപ്രാവശ്യം പ്രാവശ്യത്തേക്കാളും കൂടുതൽ ചക്ക ഉണ്ടായി. പക്ഷേ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒരു സംഭവം ഉണ്ടായി. എന്നറിയോ, ചക്ക പൊഴിയുന്നു. നോക്കണ്ട, ഞാൻ ഇന്നലെ എണ്ണിയപ്പോൾ ഒരു 22 ചക്ക ഇന്നലെ ഉണ്ടായിരുന്നു. ഇത് പെറുക്കി കൂട്ടിയിട്ടിരിക്കുന്നതല്ല കേട്ടോ, ഇത് പെറുക്കി കൂട്ടിയിരിക്കുന്നതല്ല, ഇത് തന്നെ പൊഴിയുന്നതാണ്. എല്ലാ വർഷവും ഇതേലെ ഇങ്ങനെ പൊഴിയും. അപ്പം ഏറെ ഉണ്ടാവും പൊഴിയും, വാടി വീഴുന്ന പോലെ പൊഴിയും. വരിക്കച്ചക്കയാണ് കേട്ടോ, ഇത് 3 വരിക്കച്ചക്കയാണ്, വരിക്കപ്ലാവാണ്. ഒരു 22 ഉണ്ട്. 22 ഇന്നലെ ഉണ്ടായിരുന്നപ്പം ഇന്നും വീണിട്ടുണ്ടാവും. അപ്പം ഭയങ്കര സങ്കടമാണ് സത്യം പറഞ്ഞാൽ. നോക്ക്, ഈ ചക്ക മുഴുവൻ പൊഴിഞ്ഞു പോയാലത്തെ അവസ്ഥ എന്താണ്. ഒരു 22 ചക്ക ഇന്നലെ കണ്ടു, ഇന്നൊരു 25 കൂട്ടിക്കോ. ഞാൻ എണ്ണിയിട്ടില്ല, സത്യം പറഞ്ഞാൽ എണ്ണിയിട്ടില്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാലുണ്ടല്ലോ ആ ഒരു പ്ലാവിനാണെങ്കിൽ അവിടെ നമ്മൾ തുണി കഴുകുന്നിടത്തെ വെള്ളമൊക്കെ കിട്ടുമേ. ഇവിടുത്തേലാണെങ്കിൽ നല്ല മഴക്കാലം വരുമ്പോഴത്തേക്കും, നല്ല മഴക്കാലം, നമ്മുടെ എപ്പോഴും ഷെഡാണ്, ഫാമാണ്, ആ ഷെഡ് അതിനകത്ത്. അപ്പം മഴക്കാലം വരുമ്പോഴത്തേക്കും ഈ പ്ലാവിൻ്റെ ചുവട്ടിൽ നിറയെ വളവും വെള്ളവും ഒഴുകി വന്ന് തങ്ങി നിൽക്കുന്ന ഇടമാണ് കേട്ടോ. അവിടെയാണ് ശരിക്കും താണു പോണത്. ഈ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കുളം. ഈ കുളം ശരിക്കും പറഞ്ഞാൽ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഫില്ലായിട്ട് നമ്മുടെ പിച്ചിങ്ങിൻ്റെ ഏകദേശം 1 അടി താഴെയായിട്ട് നിൽക്കും. എന്ന് വെച്ചാൽ പിച്ചിങ്ങിൻ്റെ താഴോട്ടാണ്, നല്ല ഹൈറ്റിലാണ് ഇത് കെട്ടി വെച്ചിരിക്കുന്നത്. കണ്ടറിയാം. ഇതിപ്പോൾ വെള്ളമുണ്ട്. ഇപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് വെള്ളമല്ല, ഇത് നമുക്ക് വെള്ളം പറ്റിയ സമയത്ത്, അതായത് നല്ല വേനൽക്കാലം ആകുമ്പോൾ പുറകിലോട്ടുള്ള പാടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനായിട്ട് നമുക്കിവിടെ ഒരു പമ്പയുടെ ചെറിയൊരു കുഞ്ഞൊരു